നാളെയാണ് വിഷു. കണിയൊരുക്കുന്നതിലും സദ്യ ഒരുക്കുന്നതിലും ഒക്കെയായി സാധനങ്ങൾ വാങ്ങുന്നതൊക്കെ തിരക്കിലായിരിക്കും മലയാളികളെല്ലാം. വിഷു വിപണികൾ സജീവമാണ്. കൊച്ചി നഗരത്തിലെ വിഷു വിപണിയുടെ കാഴ്ചകളിലേക്കാണ് ഇനി പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മലയാളികൾ കണി കണ്ടുണരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഓണമായാലും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് കൊച്ചിക്കാരെ സംബന്ധിച്ചോളം ബ്രോഡ്വേ. ബ്രോഡ്വേയിലെ വിഷു കാഴ്ചകൾ എന്തൊക്കെ നോക്കാം. വിഷുക്കാലത്ത് ആദ്യം മനസ്സിലെത്തുക കൊന്നപ്പൂക്കളാണ്. കണിക്കൊന്നയില്ലാതെ എന്ത് വിഷു? ഒറിജിനൽ കണിക്കൊന്നാന്ന് പറഞ്ഞാൽ 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഈ സാധനം മുഴുവൻ കൊഴിഞ്ഞു പോകും. ഇതാണെങ്കിൽ അവിടെ കിടന്നോളും, നല്ല ഭംഗിയിൽ കിടന്നോളും. അതാണ് ഇത് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ ചേർത്ത് ഇടുകയാണ് ചെയ്യുന്നത്. വിഷുക്കണിയിൽ കൃഷ്ണനാണല്ലോ പ്രധാനി. പല നിറത്തിൽ പല ഭാവത്തിലുള്ള കണ്ണന്മാർ കൊച്ചി ബ്രോഡ്വേയിൽ തയ്യാറാണ്. കണ്ണന്മാർ പല മെറ്റീരിയലാണുള്ളത്. ഫൈബർ, POP, മെറ്റല്, അങ്ങനെ എല്ലാം. സമ്പൽ സമൃദ്ധിയുടെ ഉത്സവമായതിനാൽ തന്നെ പച്ചക്കറികളും പഴങ്ങളും ഉണ്ടെങ്കിലേ കണി പൂർണ്ണമാകും. ഇനി ബ്രോഡ്വേയിലെ പടക്കക്കട തേടിയായിരുന്നു യാത്ര. പതിവ് ഐറ്റങ്ങൾക്ക് പുറമെ പറക്കും ചക്രം, 90 വാട്ട്സ്, 120 വാട്ട്സ് പടക്കങ്ങൾ, കോക്ടെയിൽ, മൊജീറ്റോ തുടങ്ങിയവയാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണങ്ങൾ. മൊത്തത്തിൽ നമുക്ക് അടിപൊളിയാക്കണമല്ലോ. അതാണല്ലോ ആകെ കൂടി ഒരു വിഷു എന്ന് പറഞ്ഞാൽ മെയിൻ കച്ചവടമാണല്ലോ ഇതിൻ്റെ. പതിവ് പോലെ സാധനങ്ങളുടെ വിലയെപ്പറ്റിയും ഗുണനിലവാരത്തെപ്പറ്റിയും വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും മാർക്കറ്റിലെ തിരക്കിനെ ബാധിക്കുന്നേയില്ല. മലയാളികൾ വിഷു ഒരുക്കങ്ങൾക്കായുള്ള പാച്ചിലാണ്. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 1.5 പാച്ചിൽ വേണം.